Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Highly priced wool yielding Pashmina breed is option A Got, option B sheep, option C Got sheep cross, option D Kashmir sheep, Afghan sheep cross. അപ്പോൾ പാഷ്മിന എന്ന് പറയുന്ന ബ്രീഡ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A ഗോട്ട് എന്നാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പാഷ്മിന എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ നെയിമാണ്. കാശ്മീരി വൂളിന്റെ ഒരു ട്രഡീഷണൽ നെയിമാണ് പാഷ്മിന എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഡയമണ്ട് ഫാബ്രിക് എന്നും സോഫ്റ്റ് ഗോൾഡ് ഓഫ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. പാഷ്മിന എന്ന് പറയുന്നത് ഫൈനസ്റ്റ് ആയിട്ടും അതുപോലെ ഭയങ്കര സോഫ്റ്റസ്റ്റ് ആയിട്ടും ഉള്ള ഒരു വൂളാണ്. ഇതിന്റെ വേർഡ് അതായത് പാഷ്യം എന്ന് പറയുന്ന പേർഷ്യൻ വേർഡിൽ നിന്നാണ് പാഷ്മിന എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചില ഗോട്ടിന്റെ അണ്ടർകോട്ടാണ്. അതിനെ വൂൾ വീവ് ചെയ്തുകൊണ്ടാണ് പാഷ്മിന എന്ന് പറയുന്ന വൂൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മോസ്റ്റ് കോമൺ സ്പീഷീസ് ഫോർ ബീ കീപ്പിംഗ് ഇൻ ഇന്ത്യ ഇസ് ഓപ്ഷൻ A Apis florae, ഓപ്ഷൻ B Apis mellifera, ഓപ്ഷൻ C Apis dorsata, ഓപ്ഷൻ D Apis indica. ഇപ്പോൾ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഫോർ ബീ കീപ്പിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആപ്പിസ് ഇൻഡിക്ക ആണ്. അപ്പോൾ ഓപ്ഷൻ D ആപ്പിസ് ഇൻഡിക്ക ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് ആപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഈ ആപ്പിസ് ഇൻഡിക്കനെയാണ് ഇന്ത്യൻ ഹണിബി എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് വിളിച്ചു വരുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് ഇന്ത്യയിൽ ബീ കീപ്പിങ്ങിന് വേണ്ടി ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവർ നോൺ അഗ്രസീവ് നേച്ചറാണ് കാണിക്കുന്നത്. അതായത് അവരധികം വയലന്റ് ഒന്നല്ല. അത് മാത്രമല്ല ഇവർ റെയർ ആയിട്ട് മാത്രമാണ് സ്വാമിങ് ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. സ്വാമിങ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർ കൂട്ടത്തോടുള്ള പറന്നു പോകുന്നതിനെയാണ് സ്വാമിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലായിട്ട് പല വെറൈറ്റി ബീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആപ്പിസ് ഡോർസേറ്റ അതിനെ ജയന്റ് ഹണി ബി എന്നൊക്കെ വിളിക്കും. ആപ്പിസ് മെലിഫറ അതിനെ വിളിക്കുന്നത് വെസ്റ്റേൺ ഹണി ബി അല്ലെങ്കിൽ യൂറോപ്യൻ ഹണി ബി എന്നൊക്കെയാണ്. ഇതല്ലാണ്ട് ആപ്പിസ് ഫ്ലോറെ ഇതിനെ റെഡ് ഡാർഫ് ഹണി ബി എന്നാണ് വിളിച്ചു വരുന്നത്. Which of the following is a viral disease of poultry birds? Option A anthrax, option B radicate, option C coccidiosis, option D none of this. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വൈറൽ ആയിട്ടുള്ള ഡിസീസ് ഓഫ് പോൾട്രി ബേർഡ്സ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി റാണിക്കറ്റ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്.
റാണിക്കെറ്റ് ഡിസീസ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് ന്യൂ കാസൽ ഡിസീസ് അല്ലെങ്കിൽ ഡോളീസ് ഡിസീസ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു അക്യൂട്ട് ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ ഹൈലി കണ്ടീജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. മെയിനായിട്ട് ഹെൻസിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇതൊരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. അത് മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് ന്യൂ കാസൽ ഡിസീസ് വൈറസ്. NDV വൈറസ് ആണ് റാണിക്കെറ്റ് ഡിസീസിന് റെസ്പോൺസിബിൾ ആയ വൈറസ് എന്ന് പറയുന്നത്. Famous Angora wool is obtained from option A goat, option B sheep, option C rabbit, option D Arctic fox. Option C rabbit ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് അങ്കോര വൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അങ്കോര റാബിറ്റിൽ നിന്നാണ്. അപ്പോൾ അങ്കോര വൂൾ എന്ന് പറയുന്നത് ക്യാമൽ വൂളിനേക്കാളും എക്സ്പെൻസീവ് ആണ്. കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്ലഫി ആണ്, അത് മാത്രമല്ല ഭയങ്കര സിൽക്കി ടെക്സ്ചർ ആണ് ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല ഇവർ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വൂളായിട്ടാണ് പറയപ്പെടുന്നത്. Silk is option A cellulose, option B resin, option C protein, option D lipid. കെമിക്കലി സിൽക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി പ്രോട്ടീൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സിൽക്ക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോട്ടീൻ ഫൈബർ ആണ്. ഇതിന് നമുക്ക് മൾബറി സിൽക്ക് ഫോം എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് ബോംബിക്സ് മോറി എന്നാണ്. ബ്ലൂ റെവല്യൂഷൻ is related to which of the following field? ബ്ലൂ റെവല്യൂഷൻ ഇതിനകത്ത് ഏത് ഫീൽഡിലായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡയറി പ്രൊഡക്ട്സ്, ഓപ്ഷൻ ബി ഫിഷറീസ്, ഓപ്ഷൻ സി എഗ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ. അപ്പോൾ ഓപ്ഷൻ ബി ഫിഷറീസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഫിഷറീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല അക്വാകൾച്ചറിന്റെ പ്രൊമോഷൻ, അതുപോലെ ഫിഷേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ബ്ലൂ റെവല്യൂഷൻ നിലവിൽ വന്നത്. അത് മാത്രമല്ല വൈറ്റ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ മിൽക്കിന്റെ റെവല്യൂഷൻ ആണ്. വർഗീസ് കുര്യൻ ആണ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് അഗ്രികൾച്ചർ ക്രോപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ സിൽവർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എഗ് പ്രൊഡക്ഷനെയാണ്. Pest in cattle and Ranikhet in poultry are option A both are bacterial diseases, option B both are viral diseases, option C one protozoan and other viral disease, option D one viral and other bacterial disease. നേരത്തെ ചോദിച്ചിരുന്നു റാണിക്കെറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ്. അതുപോലെ റിൻഡർ പെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറൽ ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ബോത്ത് ആർ വൈറൽ ഡിസീസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ റിൻഡർ പെസ്റ്റ് എന്ന് പറയുന്നത് കാറ്റിലിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, അതുപോലെ ഡയേറിയ, ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ആണ് റിൻഡർ പെസ്റ്റ് എന്ന് പറയുന്ന ഡിസീസിനകത്ത് കാറ്റിലിൽ ഉണ്ടാവുന്നത്. Transgenic plants are those ones, option A produced by a somatic embryo in artificial medium, option B generated by introducing foreign DNA into a cell and regenerating a plant from that cell, option C produced after protoplast fusion in artificial medium, option D grown in artificial medium after hybridization in the field. Option B generated by introducing foreign DNA into cell and regenerating a plant from that cell ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജനിക് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഇവിടെ ജീൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ ആയിട്ടുള്ള ട്രേറ്റ്സ്, നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഉള്ള ട്രേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഹൈ ഈൽഡും അതുപോലെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി, ഇപ്പോൾ ഫ്രൂട്ടിന്റെ സൈസ് ആവാം, സീഡിന്റെ വലിപ്പമാവാം, ഹൈറ്റ് ആവാം, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സിനെ പൊതുവെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. A collection of all alleles of all the genes of a crop plant is called option A germplasm collection, option B protoplasm collection, option C herbarium, option D soma clonal collection. Option A germplasm collection ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്.
germplasm collection is a collection of all varieties of all available alleles. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അലീൽസിനെയും നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രീഡറിൻ്റെയോ അല്ലെങ്കിൽ ഫാർമറിൻ്റെയോ ആവശ്യാനുസരണം നമുക്ക് ഏത് ക്വാളിറ്റിയുള്ള ജീന് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയുള്ള സീഡാണ് അല്ലെങ്കിൽ പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കളക്ഷനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ജേംപ്ലാസം കളക്ഷനിൽ ചെയ്തു വരുന്നത്. Worker bees are option A fertile males, option B fertile females, option C sterile females, option D sterile males. Option C sterile females ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വർക്കർ ബീസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വർക്കർ ബീസ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ബീ ആണ്. പക്ഷെ ഇവർക്ക് ഫുൾ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവില്ല. ഫുൾ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? ക്യൂൻ ബീന് മാത്രമാണ് ഫുൾ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളത്. ഇതാണ് ഡ്രോൺ എന്ന് പറയുന്നത്. ഡ്രോൺസ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മെയിൽ ബീസ് ആണ്. അപ്പോൾ വർക്കർ ബീയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹണി കളക്ട് ചെയ്യുക, അതുപോലെ യങ് വൺസിനെ പരിപാലിക്കുക. ഇതൊക്കെയാണ് വർക്കർ ബീന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും, സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.